പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായി നല്ല പ്രഭാതം. നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഒരിക്കലും മാറ്റം വരത്തില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങളെ ലൈഫിനെ തിരിച്ചു മറിക്കും. നമുക്ക് വായിക്കാം. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 30-ാം വാക്യം. ആ രാത്രി തന്നെ കൽദേ രാജാവായ ബേൽശസ്സർ കൊല്ലപ്പെട്ടു. ആ രാത്രി തന്നെ കൽദേ രാജാവായ ബേൽശസ്സർ കൊല്ലപ്പെട്ടു. ഏത് രാത്രി? മെനെ മെനെ തെക്കേ ലൂഫർസീൻ എന്ന് പറഞ്ഞ് ഒരു എഴുത്തെഴുതി. ആ എഴുത്ത് ആമേൻ ആർക്കും വായിക്കാൻ കഴിയാതിരുന്നു. ദാനിയേൽ അത് വായിച്ച ആ രാത്രി. സ്തോത്രം. നോക്കിയേ, ആ എഴുത്തിലേക്ക് നയിച്ചതെന്താ? ആലയത്തിനകത്തെ വിശുദ്ധമായ പാത്രങ്ങളിൽ മദ്യം വിളമ്പണമെന്നുള്ള ബേൽശസ്സറിൻ്റെ അഹങ്കാരം, അവൻ്റെ ആ പ്രൈഡ്, അവൻ്റെ ആ ഭയങ്കരമായിട്ടുള്ള ആ ഒരു നിഗളം. ഞാൻ രാജാവാ, വലിയ രാജ്യം ഭരിക്കുന്ന വലിയ രാജാവാ, എനിക്കെന്തുമാകാം എന്നുള്ള ചിന്ത അവനെ ഇതിലേക്ക് നയിച്ച പ്രിയരെ. ആമേൻ. ആലയത്തിലെ പാത്രം കൊണ്ടുപോവാം, അതിനകത്ത് നമുക്ക് മദ്യം വിളമ്പാം. ഉണ്ടോ? ആ ആലയത്തിലെ പാത്രത്തെ സംരക്ഷിക്കാൻ ആ കൊട്ടാരത്തിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. പക്ഷേ ദൈവം ഡയറക്റ്റ് ഇറങ്ങി വന്ന് വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുന്ന ആരും ആ എഴുത്ത് കണ്ടില്ല, ആ കൈപ്പത്തി കണ്ടില്ല. ആ ദൂത് നിറവേറേണ്ട വ്യക്തി ആ കൈ കൊണ്ടു. അവൻ്റെ അരയുടെ ഏപ്പഴിഞ്ഞ് കാൽമുട്ടുകളാടി ഭയങ്കരമായിട്ട് അവൻ തകർന്നു പോയി. അവിടെ വായിക്കുന്നൊരു പദമുണ്ട്, എല്ലാവരും അമ്പരന്നു പോയെന്ന്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. 5-ാം അധ്യായത്തില് ആമേൻ 6-ാം വാക്യത്തിൽ ഉടനെ രാജാവിൻ്റെ മുഖഭാവം മാറി, അവൻ വിചാരങ്ങളാൽ ഭയപരവശനായി അരയുടെ ഏപ്പഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി. രാജാവ് ഉറക്കെ വിളിച്ചു. ഉണ്ടോ? ഉറക്കെ വിളിച്ചു. അവിടെ ആമേൻ 9-ാം വാക്യത്തിൽ കാണുന്നു, അപ്പോൾ ബേൽശസ്സർ അത്യന്തം വ്യാകുലപ്പെട്ടു, അവൻ്റെ മുഖഭാവം മാറി, അവൻ്റെ മഹത്തുക്കൾ അമ്പരന്നുപോയി. ഒറ്റ സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ തിരിയുന്നത് കണ്ടോ? സെക്കൻഡിലെ 100-ലൊരംശം കൊണ്ട് കാര്യങ്ങൾ തിരിയുന്നത് കണ്ടോ? കുഞ്ഞെ, വിശ്വസിക്കാമെങ്കിൽ ഒരു എമർജൻസി ഡെലിവറൻസ് നിനക്ക് തരാൻ ദൈവം വിശ്വസ്തനാ. പക്ഷെ നീ കർത്താവിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകണം. നീ പല കാര്യങ്ങളിലും സമയം ചെലവഴിച്ച് കർത്താവിനോടുകൂടെ സമയം ചെലവഴിക്കുന്നത് വളരെ കുറവാണ്. അതാണ് നിൻ്റെ ജീവിതത്തിൽ ചില ദൈവാലോചനകൾ നിറവേറാതിരിക്കുന്നത്, ചില ദൂതുകൾ നടക്കാതിരിക്കുന്നത്. ഈ ദൈവശബ്ദം കേട്ടിട്ടെങ്കിലും പ്രിയ പൈതലേ, നീ ദൈവസന്നിധിയിൽ ഇരിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആഹ്വാനം ചെയ്യുക. ദൈവസന്നിധി സമയം സ്പെൻഡ് ചെയ്യാതിരുന്ന ആർക്കും ആ എഴുത്തെന്താണെന്നോ അതിൻ്റെ അർത്ഥം എന്താണെന്നോ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അതിൻ്റെ അർത്ഥം വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ആ പ്രതികൂല സാഹചര്യത്തിലും 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലിരിക്കുന്ന ദാനിയേലിന് ദൈവത്തിൻ്റെ കോഡുഭാഷ ദൈവം വെളിപ്പെടുത്തി കൊടുത്തെന്ന് മാത്രമല്ല, അതിൻ്റെ അർത്ഥവും കൂടെ പറഞ്ഞങ്ങ് കൊടുത്തു. രാജാവേ, ഇത് ചെറിയ കാര്യമല്ല, നിന്നെ തൂക്കിക്കഴിഞ്ഞു, നിന്നെ എണ്ണിക്കഴിഞ്ഞു, നിന്നെ വിഭജിച്ചു കഴിഞ്ഞു. കേട്ടോ? കൃത്യമാ മനസ്സിലാക്കിയ ആമേൻ ദാനിയേൽ അതിൻ്റെ അർത്ഥം ഉൾപ്പെടെ പറഞ്ഞു കൊടുത്തു. ആ രാത്രി നമ്മുടെ മെസ്സേജ് മറക്കരുത്. ദൈവാലോചനയ്ക്ക് ഒരിക്കലും മാറ്റം വരത്തില്ല. ആ രാത്രി ബേൽശസ്സർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദാരിയാവേസ് രാജ്യഭരണം ഏറ്റെടുത്തു. ഒരു ദൂതിന് ഇത്രമാത്രം ആമേൻ ഇൻസ്റ്റൻ്റായിട്ട്, വളരെ സഡനായിട്ട്, ക്വിക്കായിട്ട് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിയുന്ന സമയങ്ങളായത്. എന്നോടും നിന്നോട് പറഞ്ഞ് ചില ദൈവാലോചനകൾ നിറവേറുന്ന സമയങ്ങളായത്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇടപെട്ട ആഴമേറിയ ദേശത്തും വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലായി. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് സാധാരണമായ കൈമാറ്റങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ. മഹത്വം അവിടുന്ന് എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 97456000
23 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.